നമുക്ക് പൈത്തന്റെ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. പൈത്തന്റെ ഫസ്റ്റ് പ്രോഗ്രാം വരുന്ന എല്ലാ ലാംഗ്വേജസിനെയും പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കൊരു ഹലോ വേൾഡ് ടെർമിനലിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടെർമിനലിൽ ഒരു സ്ട്രിങ് ഓർ മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. പൈത്തന്റെ ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ് പ്രിന്റ് എന്ന് പറയുന്നത്. പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് വരുന്ന പ്രിന്റ് ഫോളോഡ് ബൈ റൗണ്ട് ബ്രാക്കറ്റ്. റൗണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മളൊരു സ്ട്രിങ് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് സിംഗിൾ കോട്ട്സ് ഒരു ഡബിൾ കോട്ട്സിൽ എന്താണ് പ്രിന്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കൊടുക്കുക. മെസ്സേജ് ഹലോ വേൾഡ് ആയതുകൊണ്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈ ബോക്സിൽ കാണിക്കുന്നത് ആ പൈത്തന്റെ ഇൻബിൽഡ് ഫംഗ്ഷൻ ആയ പ്രിന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ദെൻ നമുക്ക് ഇത് റൺ ചെയ്ത് കാണണം. റൺ ചെയ്ത് നമ്മുടെ ടെർമിനലിൽ കാണണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് VS കോഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രോഗ്രാം പുതിയൊരു ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് .py എക്സ്റ്റൻഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടെർമിനൽ കാണിക്കുന്നില്ലെങ്കിൽ മേളിൽ ടെർമിനലിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ഒരു ടെർമിനൽ കിട്ടും. ദെൻ നമുക്ക് റൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒരു റണ്ണിന്റെ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് റൺ പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. പൈത്തന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം വരുന്നത്. പൈത്തൺ സിൻടാക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സിൻടാക്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സിൻടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സിൻടാക്സോ കാര്യങ്ങളോ കുറെ ലൈൻസ് ഓഫ് കോഡോ ഒന്നും പൈത്തണിൽ വരുന്നില്ല. കുറെ ഡിക്ലറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പൈത്തണിൽ വരുന്നില്ല. ദെൻ നമുക്ക് വേരിയബിൾസ് സ്റ്റാർട്ട് ചെയ്യാം. വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പ്രോഗ്രാമിൽ നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് വെക്കാം. കൺട്രോൾ/ ഞെക്കിയിട്ടോ അല്ലെങ്കിൽ ഹാഷ് വെച്ച് പ്രൊസീഡ് ചെയ്തിട്ടോ കമന്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ നമുക്ക് അടുത്തത് വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് റെഫറൻസ് വേണ്ടി വരുന്ന ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിമിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു വേരിയബിൾ അതിന് നമുക്കൊരു വാല്യൂ കൊടുക്കണം, അതിനൊരു നെയിം കൊടുക്കണം. നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ വേരിയബിൾ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഈക്വൽ ടു അതിനൊരു വാല്യൂ, ഒരു ഇൻറ്റീജർ വാല്യൂ കൊടുക്കുകയാണ് ഞാൻ 12 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ 1 എന്ന് പറയുന്ന നെയിമിലേക്ക് 12 എന്നുള്ള വാല്യൂ കയറിയിരുന്നു. ഇനി നമ്മൾ എവിടെ റെഫറൻസ് ചെയ്താലും, അതായത് വേരിയബിൾ 1നെ കോൾ ചെയ്താലും ഈ 12 എന്നുള്ള വാല്യൂ ആയിരിക്കും അവിടെ വരുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നമുക്ക് ഇതിന്ന് വേരിയബിൾ 1ന്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യുമ്പോഴത്തേനും വേരിയബിൾ 1ന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഒരു വേരിയബിളിനെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് അതിന്റെ ഉള്ളിലുള്ള വാല്യൂവിനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും പ്രിന്റ് ആവുന്നത്. ഇപ്പോൾ വേരിയബിൾ 1 എന്നാണ് പ്രിന്റ് ചെയ്ത്, പക്ഷെ നമുക്ക് ഈ വേരിയബിൾ 1 അല്ല, വേരിയബിൾ 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് വേണ്ടത്. സോ നമുക്ക് ഈ ഡബിൾ കോട്ട്സ് ഒഴിവാക്കാം. അപ്പോൾ വേരിയബിൾ 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഈ വേരിയബിൾ കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന്റെ നെയിം മസ്റ്റ് ആയിട്ട് നമുക്കൊരു ആൽഫബറ്റിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് നമുക്കൊരു സ്പെഷ്യൽ ക്യാരക്ടറിലോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് വെച്ചിട്ടോ ഒരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എറർ കാണിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതെന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു ഡിജിറ്റ് വെച്ചൊരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാം. 1 var എന്ന് പറയുമ്പോഴത്തേനും അവിടെ തന്നെ ഒരു എറർ വന്നു. ഓക്കെ, അവിടെ തന്നെ ആ എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈത്തൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ ലൈൻ ബൈ ലൈൻ ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഫയലായിട്ടല്ല അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ലൈൻ ബൈ ലൈൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ടാണ് അവിടെ തന്നെ ആ എറർ കാണിക്കുന്നത്. എറർ നോക്കുമ്പോഴത്തേനും ഇവിടെ നമുക്ക് റൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും എറർ കാണാൻ പറ്റും. അതായത് സിൻടാക്സ് എറർ, ഇൻവാലിഡ് ഡെസിമൽ ലിറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൽഫബറ്റിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട്, അതായത് ഈ ആൽഫബറ്റോ അണ്ടർസ്കോറോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ആൽഫബറ്റോ അണ്ടർസ്കോറോ നമ്പേഴ്സോ ആഡ് ചെയ്തിട്ട് നമുക്കൊരു
വേരിയബിളിൽ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ഇതുള്ളത് കേസ് സെൻസിറ്റീവ് ആണെന്നുള്ളതാണ്. അതായത് ക്യാപിറ്റൽ ഇപ്പോൾ സ്മോൾ ലെറ്റർ വോറിന് ഞാനിപ്പോൾ 12 എന്ന വാല്യൂ കൊടുത്തു. ക്യാപിറ്റൽ ലെറ്റർ വി മാത്രം യൂസ് ചെയ്തിട്ട് വാറിനെ 6 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും പൈത്തൺ സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ പ്രിന്റ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ രണ്ടിന്റെ വാല്യൂ ഇപ്പോൾ ചുമ്മാ വാർ കൊടുത്തു കഴിഞ്ഞാൽ കേസ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ആദ്യം കൊടുത്തതിന്റെ വാല്യൂ ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ സ്മോൾ ലെറ്ററിൽ കൊടുത്തേക്കുന്നതിന്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തേക്കുന്നതിന്റെ വാല്യൂ രണ്ടായിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 12ഉം 6ഉം അത് കേസ് സെൻസിറ്റീവിന്റെ സംഭവം. ഓക്കെ, ദെൻ വരുന്നത് നമുക്ക് അടുത്ത റൂൾ എന്ന് പറയുന്നത് നമുക്ക് പൈത്തണിന് റിസർവ്ഡ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു നെയിമിനെ, അതായത് വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ പ്രിന്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പിന്നീട് പഠിക്കുന്ന കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, കുറച്ച് കീവേഡ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ്, എൽസ് അങ്ങനെയുള്ളതൊക്കെ കീവേഡ് ആണ്. ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് കീവേഡ് ആണ്. അതൊന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു വേരിയബിളിനെ കൊടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, അതൊരു എററാണ് കാണിക്കുന്നത്. അത് കീവേഡ് ആണ്. കീവേഡ് ആയതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമുക്ക് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാതിരിക്കാൻ നോക്കുക. പരമാവധി സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അത്രയാണ് വേരിയബിളിന്റെ നെയിമിംഗ് കൺവെൻഷൻസ് വരുന്നത്. ഓക്കെ, ദെൻ വരുന്നത് നമ്മുടെ ഡാറ്റ ടൈപ്സ് ആണ്. അതായത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പൈത്തണിൽ ഡാറ്റ ടൈപ്പ് മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും രണ്ടാമത്തത് കളക്ഷൻ ഡാറ്റ ടൈപ്സും. കളക്ഷൻ ഡാറ്റ ടൈപ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോയിൽ പറയും. ഇപ്പോൾ നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് പൈത്തണിൽ വരുന്ന 4 മെയിൻ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആണ്. ഒന്ന് വരുന്നത് ഇൻറ്റിജർ, രണ്ടാമത്തത് സ്ട്രിങ്, മൂന്നാമത്തത് ഫ്ലോട്ട്, നാലാമത്തത് ബൂലിയൻ. ഇതെന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരാം. a = നമ്മൾ 12 എന്ന് കൊടുത്തു. ഇതെന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് a കൊടുത്തു കഴിഞ്ഞാലും 12 എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അത് പ്രിന്റ് ചെയ്ത് വന്നത്. ഓക്കെ, ദെൻ നമുക്ക് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പൈത്തണിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്. അതായത് ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിന്റെ ടൈപ്പ് തന്നെ ആയിരിക്കും ആ വേരിയബിളിനും വരുന്നത്. നമ്മൾ സാധാരണ സി പ്രോഗ്രാമോ ജാവോ ഒക്കെ പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു വേരിയബിൾ അതിൻ്റെ അകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് അതിന്റെ ഡാറ്റ ടൈപ്പ് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പൈത്തണിൽ അങ്ങനെ അല്ല. പൈത്തണിൽ നമുക്ക് ആ ഒരു വേരിയബിളിലേക്ക് ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കും ആ വേരിയബിളിന് വരിക. നമുക്ക് ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ പ്രിന്റ് ടൈപ്പ് ഓഫ് എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും പ്രിന്റ് ആകുന്നത്. ഓക്കെ, സോറി, ഇവിടെ ക്ലാസ് ഇന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, അതായത് എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ വാല്യൂ ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ടാണ് ക്ലാസ് ഇന്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിംഗ് വാല്യൂ ആണ്. സ്ട്രിംഗ് വാല്യൂ കൊടുക്കുമ്പോൾ സ്ട്രിംഗ് വാല്യൂ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഒരു സിംഗിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലോ വേണം കൊടുക്കാനായിട്ട്. ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് പൈത്തണിലില്ല. സോ ഒരു സിംഗിൾ ക്യാരക്ടർ ആണ് കൊടുക്കുന്നതെങ്കിലും അത് സ്ട്രിംഗ് ആയിട്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നത് ഇപ്പോൾ a = ഒരു സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ കൊടുത്തിട്ട് സിംഗിൾ ക്യാരക്ടർ ആണ്. ജസ്റ്റ് സിംഗിൾ ക്യാരക്ടർ ഏതാന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചു. ജസ്റ്റ് പ്രിന്റ് a സെയിം. അതിന്റെ വാല്യൂ എന്താണോ എയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യും. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
എയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ക്ലാസ്സസ് str എന്ന് കാണിച്ചിരിക്കുന്നത് സ്ട്രിങ്ങിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് str എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സിമിലർലി നമുക്ക് ഫ്ലോട്ട് വാല്യൂസും ഇപ്പൊ ഇവിടെ നമുക്ക് ഫ്ലോട്ട് വാല്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നമുക്കിപ്പോ CA ഒരു സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. അപ്പോഴും സിമിലർലി സ്ട്രിങ് ആയിട്ട് വരും. നേരത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു കൊടുത്തത്, ഇപ്പൊ ഒരു സ്ട്രിങ് കൊടുത്തു. ദെൻ നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ കൊടുത്തു വെക്കാം 9.6. ഓക്കെ, അത് ക്ലാസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു കാണിച്ചു. ദെൻ നമുക്കൊരു ബൂലിയൻ വാല്യൂ ട്രൂ ഓർ ഫോൾസ് കൊടുത്തു നോക്കാം. അതിന്റെ ക്ലാസ് ബൂലിയൻ എന്ന് പറഞ്ഞു കാണിച്ചു. നമുക്ക് പൈത്തണിൽ നമുക്കിപ്പോൾ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിന്റെ ഇടക്ക് വെച്ച് നമുക്ക് ഈ വേരിയബിളിന്റെ ഇടക്ക് വെച്ച് നമ്മൾ A= ആദ്യം ഒരു ബൂലിയൻ വാല്യൂ കൊടുത്തു. A= ഞാൻ വീണ്ടും ഒരു നമ്പർ ഇൻറ്റീജർ വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എയിലേക്ക് രണ്ടാമത് കൊടുത്ത വാല്യൂ ആയിരിക്കും സ്റ്റോർ ആകുന്നത്. വിച്ച് മീൻസ് ഇപ്പോൾ പ്രിന്റ് A കൊടുത്തു കഴിഞ്ഞാൽ 9 ആയിരിക്കും പ്രിന്റ് ആകുന്നത്. അതുപോലെ ടൈപ്പ് ഇൻറ്റീജറും ആയിരിക്കും. ഇവിടെ എയുടെ വാല്യൂ 9 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു, ക്ലാസ് ഇൻറ്റീജർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഇത്രയാണ് ഡാറ്റ ടൈപ്സ് വരുന്നത്. ഓക്കെ, താങ്ക് യു.